കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇതിനകത്ത് കുറച്ച് വിശേഷങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളും പിന്നെ കുറച്ച് പാചകവും പിന്നെ കുറച്ച് വാചകവും ഒക്കെ നിറഞ്ഞതാണ്. അപ്പം താല്പര്യമുള്ളവർ മാത്രം കാണുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോഴേ ഇറങ്ങി പോവുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണണം ഞാൻ ഒരിക്കലും പറയില്ല. കഴിഞ്ഞ ദിവസം വന്ന് എനിക്കൊരു കമൻ്റ് ആയിരുന്നു, ഇതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ, പിന്നെ ആറ് ബോറാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് കമൻ്റൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയ്ക്ക് ബോറായിട്ട്, അതും 6 ബോറെന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയ്ക്ക് ബോറായിരുന്നു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കിത്ര ബോറായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അതായത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഇത്രയും ബോറാണെങ്കിൽ പിന്നെ നമ്മൾ ഓരോരുത്തരും ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോകുക. എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോഴാണ് പിന്നെയും നമ്മുടെ ഹോം പേജിനകത്തോട്ട് വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അത് കാണാതിരുന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്തായാലും നമ്മുടെ വീഡിയോസൊന്നും അങ്ങനെ വരത്തില്ല. അപ്പോൾ നിങ്ങളത് നോക്കുക. പിന്നെ എന്താ, നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മളവിടെ ക്യാൻറ്റീനിൽ കയറി അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഡോക്ടറെ കാണാൻ കുറേ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇന്ന് 9 മണിക്ക് വരേണ്ട ഡോക്ടർ ഒരു 10:30 എങ്ങാണ്ട് ആയപ്പോഴാണ് വന്നത്. അങ്ങനെ പിന്നെ അത്രയും നേരം ഞങ്ങളവിടെ കട്ട പോസ്റ്റായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതാ കുഞ്ഞനാണെങ്കിൽ അവിടെ ഇരുന്ന് എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര ആത്മാർത്ഥതയുള്ള എൻ്റെ കെട്ടിയവൻ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മരുന്നൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്നതിന് ശേഷം നേരെ ഞാൻ അടുക്കളയിലോട്ടാണ് കയറിയത്. ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അരിയടപ്പത്ത് ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അരിയടപ്പത്ത് ഇടാൻ വേണ്ടിയിട്ട് കുക്കറിനകത്തായിട്ട് ഫുഡ് വെക്കുന്നത്. അങ്ങനെ ഇതാ കുക്കറിനകത്തോട്ട് അരിയടപ്പത്ത് ഇട്ടതിന് ശേഷം പിന്നെ വെള്ളം തീരെ ഇല്ലായിരുന്നു. അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പച്ചവെള്ളം അങ്ങനെ ഞങ്ങൾ കുടിക്കാറില്ല, തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ. ഓരോ അസുഖങ്ങളൊക്കെ നമുക്ക് ഇതുവഴിയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇത് ആ കലത്തിനകത്തോട്ട് വെള്ളം തിളപ്പിക്കാനും കൂടെ വെച്ചതിന് ശേഷം പിന്നെ ഡ്രസ്സൊക്കെ മാറാൻ പിന്നെ പോയത് തന്നെ. പിന്നെ ആണെങ്കിൽ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കുറേ പേരെ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പം കാണാൻ പറ്റി. അതിൽ കുറച്ച് പേര് അവിടുത്തെ സ്റ്റാഫുകളായിരുന്നു കേട്ടോ. പിന്നെ ഒരാളെ എനിക്ക് അറിയാമായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇതുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇനി വരുമ്പം പറയണേന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞാൻ പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വന്ന് കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലാതെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരും വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പിന്നെ എനിക്ക് ഇതിനകത്ത് 2-3 പേരുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ. ഒന്ന് വിജിത, പവിത്ര, അനില എന്നിവരാട്ടോ. ഇതിനകത്ത് പവിത്ര അവിടുത്തെ സ്റ്റാഫല്ല, പുറത്തുള്ള ആളാണ്. അവിടെ ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ വന്ന് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു. വന്നിട്ട് നമ്മൾ പുറത്ത് നിൽക്കുമായിരുന്നു. ആൾ മരുന്ന് മേടിക്കുന്നിടത്ത് നിന്ന് ഓടി വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെ പോയിട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നില്ല, നിങ്ങൾ ഞങ്ങളെ കാണുന്നെങ്കിലും ഞങ്ങൾ നിങ്ങളെ കാണുന്നില്ലല്ലോ. ജസ്റ്റ് കമൻസൊക്കെ അയക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണണമെന്നിങ്ങനെ ആഗ്രഹിക്കത്തില്ലേ. ഓരോരുത്തരെയും നമുക്ക് ഒരുപാട് നമ്മൾ ഇങ്ങനെ കമൻ്റ് ഇടുകയും ഡെയിലി കമൻറ്റ്സ് ചെയ്യുന്നൊക്കെ ഒരുപാട് പേരുണ്ട്. വിശേഷങ്ങൾ പറയുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മളത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അയ്യോ, എനിക്ക് പറഞ്ഞറിയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോകുന്ന അത്ര ഇഷ്ടക്കേടാണ്, എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അന്നത്തെ ഒരു ദിവസം പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അയ്യോ, അത്രയും പേരെ നമുക്ക് കാണാൻ പറ്റിയല്ലോ എന്ന് തോന്നി. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഉണ്ട് കേട്ടോ ഒന്ന് സംസാരിച്ചതിനൊക്കെ. അങ്ങനെ ഇതാ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞാനാണെങ്കിൽ വെണ്ടയ്ക്ക കട്ട് ചെയ്ത്, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളില്ല. അങ്ങനെ ഞാൻ കടയിൽ പോയിട്ട് മേടിച്ചിട്ട് വരാം. ഇവിടെ അടുത്തൊരു കടയുണ്ട് കേട്ടോ. അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ആ സാധനം ഇല്ല. അങ്ങനെ പിന്നെ 10 മുട്ടയും മേടിച്ചിട്ട് ഞാനിങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് മുട്ട 2 പൊട്ടി കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയതാണോ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ താഴെ വെച്ചപ്പോൾ ഇനി പൊട്ടിയതായിരിക്കും. അങ്ങനെ പിന്നെ അത് 2 എടുത്ത് ഞാനാണെങ്കിൽ വേറെ പാത്രത്തിനകത്ത് ഒഴിച്ചു വെച്ചു. നമുക്കിനി മുട്ട വറുക്കാം. ഞാൻ മുട്ട ഫ്രൈ ചെയ്യാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അത് പുഴുങ്ങിയിട്ട് ഫ്രൈ ചെയ്യത്തില്ലേ, പക്ഷെ പൊട്ടിപ്പോയോണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വറുക്കാമെന്ന്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കെല്ലാം കട്ട് ചെയ്തെടുത്ത് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് നമുക്കിനി ഉള്ളിത്തീയലാണ്. കഴിഞ്ഞ ദിവസം ഉള്ളി ഞാൻ പൊളിച്ച് വെച്ചിരുന്നെങ്കിലും തീയൽ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അതാട്ടോ. അപ്പം ഇതിന് മുന്നേ നമുക്ക് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മമ്മി വന്നപ്പം വറുത്ത് കുറച്ച് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വറുക്കേണ്ട ആവശ്യമില്ല. ആ തേങ്ങ ഞാൻ ഒന്നും കൂടെ വറുത്തതെടുത്തൊന്ന് ചൂടാക്കുന്നുണ്ട്. അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക്
മുളകാട്ടോ ചേർക്കുന്നത്. ഇവിടെ കുഞ്ഞിന് എരിവ് ഒട്ടും പറ്റത്തില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കിയാൽ മാത്രം മതി. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതുകൊണ്ട് ഇത് നമ്മൾ ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഞാനൊന്ന് ചൂടാക്കിയതാട്ടോ. പൊടികൾ മാത്രം വേണമെങ്കിലും ചൂടാക്കി നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഞാനത് മൊത്തത്തിൽ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഒരു പാത്രത്തിനകത്തൊന്ന് തണുക്കാൻ വേണ്ടി ഇട്ട് വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ഇതാ ഒരു പാത്രം വെച്ചു, അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ കുഞ്ഞുള്ളി ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നത് 2-3-4 ലിറ്ററൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്. പിന്നെ ഇതിനകത്ത് പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വഴണ്ടിട്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഇതാ നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങയെല്ലാം കൂടെ നമ്മൾ വറുത്ത് വെച്ചിരുന്നതെല്ലാം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിനകത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ ഒരു ജാറിനകത്ത് തേങ്ങയൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. എന്ന് വെച്ചാൽ വെള്ളം ചേർത്താൽ നന്നായിട്ട് അരയും, അല്ലാതെ ഇല്ലെങ്കിൽ ചതഞ്ഞ് കിട്ടിയോ ഇല്ലെങ്കിൽ എന്താ പറയുക പൊടിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇതൊന്ന് അരഞ്ഞ് കിട്ടിച്ച് പാടാതെന്ന് വെച്ച് വെള്ളം കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിനകത്ത് പുളിവെള്ളം ചേർക്കുക. ഞാൻ ഇച്ചിരി ഉള്ളൊരു പുളിയാട്ടോ എടുത്തേക്കുന്നത്, കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് അതൊന്ന് പിഴിഞ്ഞ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ പിഴിപുളി. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതാ നല്ലപോലെ കറിയൊക്കെ തിളച്ചിങ്ങനെ വന്നിട്ടുണ്ട്, ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഞാനിത് അലൂമിനിയം പാത്രത്തിലായതുകൊണ്ട് അപ്പോഴേ തന്നെ ഞാനിത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് കയ്യോടെ ഈ പാത്രങ്ങളും കൂടെ കഴുകി വെക്കാം, ഇല്ലെങ്കിൽ ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കഴുകും കേട്ടോ. ചില സമയത്ത് നമ്മുടെ കൈ ഒഴിയത്തില്ല, അപ്പോൾ നമുക്ക് കഴുകാനും പാടായിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ കൂട്ടിയിടും. അന്നേരമൊക്കെ ആണെങ്കിൽ ഭയങ്കര പാട്, 8ൻ്റെ പണി കിട്ടുന്നത് അന്നേരം കുറേ നേരം നിന്ന് കഴുകേണ്ടി വരുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴുകി വെക്കുകയാണെങ്കിൽ ഒരു ആശ്വാസം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ സഹായിക്കാനുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, പക്ഷേ സഹായിക്കാൻ ആരും ഇല്ലല്ലോ, നമ്മൾ തന്നെ ചെയ്യേണ്ടേ. അന്നേരം പിന്നെ കുറേശ്ശെ ചില സമയത്തൊക്കെ ജോലി ചെയ്തിട്ട് വന്നിട്ട് അന്നേരം തന്നെ എനിക്ക് കഴുകാൻ പറ്റത്തില്ല. ഞാൻ പിന്നീട് വന്നിട്ടൊക്കെ കേട്ടോ കഴുകുന്നത്. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് മാത്രം അറിയാവുന്നതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താണ് കഴുകാത്തൊന്നും ആരും ചോദിക്കത്തൊന്നുമില്ല. പിന്നെ ഇതാ തുണി കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്ത് വെയിലത്തൊക്കെ ഇടണം എന്ന് വിചാരിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കാരണം വെയിലത്ത് ഇടാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഇട്ടോ. അതായത് നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് തന്നെ നേരത്തെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ താമസിച്ചിരുന്നവർ കെട്ടിയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ തന്നെ ഞാൻ ഹാങ്ങറിനകത്ത് നൈറ്റി വരെ കൊരുത്ത് അതിനകത്താണ് ഇട്ടിരുന്നത്. എന്ത് ചെയ്യാനാ, മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടിച്ച് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം അവിടെ ഇട്ടു. ബെഡ്ഷീറ്റും പിന്നെ കൈലിയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊണ്ടിട്ടു. അത് 1-2 ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് മുട്ട വറുക്കാൻ എടുത്തു. അപ്പം കുഞ്ഞുള്ളിക്കകത്താണ് ഇന്ന് മുട്ട വറുക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കുഞ്ഞുള്ളിക്കകത്ത് മുട്ട വറുത്ത് കഴിക്കുന്നത് കേട്ടോ. നമ്മൾ സവോള ഇടുന്നതിനേക്കാൾ അടിപൊളിയാണ്. പിന്നെ പൊളിക്കാനുള്ള മടി കൊണ്ട് ഞാൻ മിക്കപ്പോഴും പൊളിക്കാറില്ല, സവോളയാണ് എടുക്കാറുള്ളത്. ഇത് നേരത്തെ നമ്മൾ ഇതിനെടുത്തതിൻ്റെ ബാലൻസ് കുറച്ച് നേരത്ത് മാറ്റി വെച്ചിരുന്നതുകൊണ്ട് അതെടുത്തു കേട്ടോ. അങ്ങനെ നിറയെ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടു. അങ്ങനെ മുട്ട വറുക്കാൻ എനിക്ക് പച്ചമുളകാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെ കുഞ്ഞിന് പച്ചമുളക് ഇടുന്നത് അത്ര ഇഷ്ടമല്ല, എരിവ്, അതായത് കടിക്കുമ്പോൾ എരിവാവുമല്ലോ എന്നും പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് കുരുമുളക് പൊടിയും ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കും കൂടെ മാറ്റിയെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ആക്കിയെടുത്തു. നല്ല ദോശ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു, 2 മുട്ട ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു പാത്രം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഇതുവരെ നമ്മൾ ഉദ്ഘാടിച്ചിട്ടില്ല, അതുകൊണ്ട് ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം. അതിനുവേണ്ടി അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് ഇളക്കി മാറ്റി ഞാനൊന്ന് കഴുകുന്നുണ്ട്. ബാക്കി 2 ഇളകി, പക്ഷെ 1 ഇളക്കാൻ നല്ല പാടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഭയങ്കര പശയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇളക്കിയതിനകത്ത് പശയുടെ ആ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ കഴുകുമ്പോഴും സോപ്പൊക്കെ കയറി അതിനകത്ത് പിടിച്ചിരിക്കുക. അതുകൊണ്ട് ഞാനിത് ചൂടുവെള്ളം കുറച്ച് നേരം ഒഴിച്ച് വെച്ചിട്ട് പിന്നീട് ആട്ടോ കഴുകിയത്. പിന്നെ അതിനകത്ത് അംശം ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്ത് ഓയിലായാലും മതി, വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ ഇതിനകത്ത് നന്നായിട്ട് കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം സോപ്പിട്ട് കഴിയുമ്പോൾ ആ ഒരു പശ ക്ലീനായിട്ട് പോകും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി, അടിപൊളിയായിട്ട് പോകും. അങ്ങനെ ഇന്ന് 2 മാത്രമേ കഴിയുന്നുള്ളൂ ഇപ്പോൾ, നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ ഇത് ആ ഒരു പാത്രത്തിനകത്ത് നമ്മൾ ചോറും കറികളും എല്ലാം അതിൽ തന്നെയാണ് വെക്കുന്നത്. ഇന്ന് കറികൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മുടെ തീയൽ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് അടിപൊളി തീയലായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളിയാണ്. ഉള്ളിത്തീയൽ കുഞ്ഞൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്, വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ അത്രയും വരുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാത്തിനും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അമ്മ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ പിന്നെ 2 പേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു.
പിന്നെ ഈ ഒരു പാത്രം എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി പാത്രമാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പറ്റിയൊരു പാത്രമാണ്. എന്തെന്ന് വെച്ചാൽ എനിക്ക് ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയ്ക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവച്ച് ഇങ്ങനെ കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല. നമ്മൾ കൊണ്ടുവരുമ്പോൾ കറികളെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നിറഞ്ഞിരിക്കും. ഇതാകുമ്പോൾ പാത്രത്തിൻ്റെ ഒരു സൈഡിൽ കറികളെല്ലാം വെച്ചാൽ മാത്രം മതിയല്ലോ. അപ്പം പറ്റിയൊരു പാത്രമാണ്. എല്ലാം വാരിയിട്ട് അഴുക്കാക്കേണ്ട ആവശ്യവും വരത്തില്ല. എന്തായാലും ഇനി പോകുമ്പോൾ 2-3 കൂടെ മേടിക്കണം എന്നും പറഞ്ഞിരിക്കുകയാണ്. കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഓഫറിന് ഇട്ടതുകൊണ്ട് തന്നെ എന്തായാലും മേടിക്കണം എന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിത് ആ ഫുഡെല്ലാം കഴിച്ചിട്ട് തുണി കഴുകാനുണ്ടായിരുന്നു. അതായത് കുഞ്ഞിൻ്റെ 2 ഷർട്ട്, യൂണിഫോം ഷർട്ട് ഞാൻ എടുത്ത് സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് വാഷിംഗ് മെഷീനകത്തിട്ട് ഇത് കളറുള്ള സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്തെങ്ങാനും എവിടെയെങ്കിലും കളർ കയറി പിടിച്ചാൽ ആ മനുഷ്യൻ എന്നെ പൊങ്കാല ഇടും കേട്ടോ. അതുകൊണ്ട് ഞാനിത് തനിയെ സെപ്പറേറ്റ് കഴുകി എടുത്തതാണ്. ഇവിടെ ഒരു അലക്കുകല്ലുണ്ട് കോമൺ ആയിട്ട്, പക്ഷേ അത് ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒരുമാതിരി കിടക്കുകയാണ്. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതാ ചായ ഇട്ടു. ചായയുടെ നമുക്ക് അരി വറുത്ത് പൊടിച്ചതാട്ടോ. അത് മമ്മി വന്നപ്പോൾ കൊണ്ടുവന്നെയാണ്. അടിപൊളിയാണ് ഇങ്ങനെ ചായ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുഞ്ഞും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കുഞ്ഞിനും കുറച്ച് കൊടുത്തു. ആൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.